നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് പുതിയ കുരുക്ക്. വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസ് ഹൈക്കോടതിയിൽ നൽകിയ മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ടിലെ വൈരുദ്ധ്യമാണ് ദിലീപിന് വിനയാകുന്നത്. വിചാരണ കോടതി ശിരസ്താരായിരുന്ന താജുദ്ദീൻ്റെതായി രേഖപ്പെടുത്തിയ മൊഴി പരസ്പര വിരുദ്ധമാണെന്നാണ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ കേസിൻ്റെ നിർണായക തെളിവായ മെമ്മറി കാർഡ് വിഷയത്തിൽ പുനരന്വേഷണം ഉണ്ടായേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കേസിൽ പ്രതിയായി ആരോപിക്കപ്പെടുന്ന നടൻ തന്നെ മുഖ്യ തെളിവ് നശിപ്പിക്കാൻ നീക്കം നടത്തിയെന്നാണ് പറയുന്നത്. തെളിവ് നശിപ്പിക്കാനും കോടതിയെ കബളിപ്പിക്കാനും ശ്രമം നടന്നെന്നാണ് അതിജീവിത ആരോപിക്കുന്നത്. പിന്നാലെ കോടതി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇത് പോലീസിൻ്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുമെന്ന വിലയിരുത്തലിൽ മെമ്മറി കാർഡ് കേസ് പ്രത്യേകമായി പരിഗണിച്ച് പുനരന്വേഷണം നടത്താൻ പോലീസ് തയ്യാറെടുക്കുന്നുവെന്നാണ് സൂചന. മെമ്മറി കാർഡ് പരിശോധിച്ച വിവോ മൊബൈൽ ഫോൺ നഷ്ടമായെന്ന താജുദ്ദീൻ്റെ മൊഴി സംശയാസ്പദമാണെന്നാണ് അതിജീവിതയുടെ വാദം. അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിലെ നിർണായക തൊണ്ടി മുതലായ മെമ്മറി കാർഡിൽ അട്ടിമറി നടന്നതായി അതിജീവിത സമൂഹ മാധ്യമങ്ങളിലൂടെ ആദ്യം പ്രതികരിച്ചിരുന്നു. കോടതിയിൽ നിന്ന് ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണ്. തനിക്ക് മുറിവേറ്റപ്പോൾ അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീചരാണ്. സത്യസന്ധരായ ന്യായാധിപരുടെ കാലം അവസാനിച്ചെന്ന് കരുതുന്നില്ല. നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്നാണ് അതിജീവിത പറഞ്ഞത്. കേസിലെ നിർണായക തെളിവായ കുറ്റകൃത്യത്തിൻ്റെ ദൃശ്യങ്ങളടങ്ങിയ പെൻഡ്രൈവും മെമ്മറി കാർഡും അനധികൃതമായി തുറന്നതായി വിചാരണ കോടതിയുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷമാണ് അതിജീവിതയുടെ പ്രതികരണം. ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ നീതിക്ക് കോട്ട കെട്ടി കരുത്തു പകരേണ്ട കോടതിയിൽ നിന്ന് ഇത്തരം ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണ്. ഓരോ ഇന്ത്യൻ പൗരൻ്റെയും അവസാനത്തെ അത്താണിയായ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ വിശുദ്ധി തകരില്ലെന്ന പ്രത്യാശയോടെ എൻ്റെ യാത്ര തുടരുക തന്നെ ചെയ്യും എന്നാണ് അതിജീവിത കുറിച്ചത്. മെമ്മറി കാർഡ് വിവോ ഫോണിൽ പരിശോധിച്ചെന്നാണ് തിരുവനന്തപുരം ഫോറൻസിക് ലാബ് കണ്ടെത്തിയിരുന്നത്. 2022 ജൂലൈ 11 ഫോറൻസിക് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നതാകട്ടെ ഓഗസ്റ്റിലും. വിവോ ഫോണിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചെന്ന വാർത്ത അറിഞ്ഞ് താൻ ഫോൺ പരിശോധിച്ചെന്നാണ് താജുദ്ദീൻ്റെ മൊഴി. 2022 ഫെബ്രുവരിയിൽ നഷ്ടമായ ഫോൺ ഓഗസ്റ്റിൽ എങ്ങനെ പരിശോധിക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് അതിജീവിത ഉയർത്തുന്നത്. മാത്രമല്ല, ഫോൺ നഷ്ടമായിട്ടും പോലീസിൽ പരാതി നൽകാതിരുന്നത് സംശയാസ്പദമാണെന്നും ആക്ഷേപമുണ്ട്. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തണമെങ്കിൽ ഈ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഈ സാഹചര്യത്തിലാണ് കോടതി നിരീക്ഷണത്തിൽ പോലീസ് അന്വേഷണം വേണമെന്ന് അതിജീവിത ആവശ്യപ്പെടുന്നത്.